ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം. അതിന് വേണ്ടിയിട്ട് ചിക്കനിൽ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനീഗർ എല്ലാം ഒഴിച്ചിട്ടൊന്ന് പരക്കി വെക്കണം. കുറച്ച് സോയാ സോസ് ഒഴിക്കണം. നമ്മൾ പൊരിച്ചിട്ട് മാറ്റി വെച്ച നെയ്യാണ്. ആ നെയ്യ് കുറച്ച് ഒഴിച്ചിട്ട് നെയ്യ് വേണ്ട. ചിക്കൻ പൊരിച്ച നെയ്യ് തന്നെ ഇത്രയും വേണ്ട, കുറച്ചാണ് വാട്ടിയെടുക്കാൻ മാത്രം. ഉള്ളി വേണം, പച്ചമുളകും വെളുത്തുള്ളി, തക്കാളി വേണം, പിന്നെ വറ്റൽ മുളക് ഇത് ഇത്ര തന്നെ വേണം. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത്. പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് വെക്കാം. അത് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിന് നമുക്കിതിലേക്ക് ഉള്ളിയിടാം. ആവശ്യത്തിന് ഉപ്പിടാം. വാടാനില്ല ഉപ്പാണ്. ഇതൊന്ന് വാടി വന്നിട്ട് ഇനി നമുക്കിതിൽ വറ്റൽ മുളകിടാം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. വറ്റൽ മുളകിട്ടിട്ട് നമ്മൾ ക്യാപ്സി ഉണ്ടാക്കിയിട്ടില്ല, അതിൽ നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കോട്ട് ചെയ്യുന്നില്ല മൈദ വെച്ചിട്ട്. അത് മൈദ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്യാപ്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ ആ ക്യാപ്സിൻ്റെ പൊടിയിലും ആണെങ്കിൽ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ക്യാപ്സിൻ്റെ പൊടി നിങ്ങൾക്ക് അറിയാലോ, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടാം. അതിലും ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല, അതേപോലെയും ചെയ്യാം. നിങ്ങളിഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് എങ്ങനെയാണെന്നെല്ലാം വെച്ചാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്ക് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും എല്ലാം നിങ്ങൾ ചെയ്താൽ എന്നാലും എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങളെല്ലാം ചെയ്യണം. ഓക്കെ. തക്കാളി ഇടാം. തക്കാളി ഒരു കഷ്ണം മതി. ഒരു തക്കാളിൻ്റെ പൊടി മാത്രം. ഒരു ഉള്ളിയാണ് എടുക്കാം. അല്ല, നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ ഇതിനകത്തായിട്ട് എടുക്കാം. നിങ്ങൾ ലെവൽ പോലെ ചെയ്യുക. കാള് കൂടുമ്പോൾ അതിനകത്ത്. ഇത് ഈ ഒരു മസാല ഒരു 5 പേർക്ക് തിന്നാറുണ്ടാവും. അപ്പോഴങ്ങനെ ആക്കില്ല. അതാണ് കണക്കടക്കിയിട്ട് പറയുന്നത്. ഓവർ ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ടാൽ മസാല അത്ര ടേസ്റ്റ് കിട്ടില്ല. എല്ലാവരും കണക്കിനാണ് ഇടുന്നത്. അത് നിങ്ങളോട് അളവടക്കിയിട്ട് ഞാൻ പറയുന്നത്. പച്ചമുളക് 2 പച്ചമുളക് വേണ്ടി. വെളുത്തുള്ളി നല്ലോണം ഇട്ട്. നിങ്ങൾ വേണ്ടിക്കളി ഞാൻ വെളുത്തുള്ളി ഇടുന്ന വെളുത്തുള്ളി നല്ലോണം ഇട്ട്. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നല്ലോണം വാടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇത്ര എണ്ണ സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, അതിൽ നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ഇട്ടായിരുന്നു. ചില്ലി സോസ് എല്ലാം ഒരു കണക്കിന് ഇടാതെ. ഇതിൽ പിന്നെ കൂടുതലായിട്ട് ഇടാൻ നമ്മൾ ഇത് ചിക്കൻ പെരക്കിയ കഷ്ണം ഉണ്ടാവില്ല, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം. പക്ഷെ അത് അതിൻ്റെ മറിച്ചു പോകും. അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല. ആ വെള്ളം കൂടിയിൽ കുറച്ച് ഒഴിച്ചിട്ട് ഈ സോസിലിങ്ങനെ ഒഴിച്ചിട്ട് നല്ലോണം ഒരു 10 മിനിറ്റ് നല്ലോണം അങ്ങോട്ടൊന്ന് ഇതാക്കുക. സോസെല്ലാം ഒരുമിച്ച് ഒഴിച്ചല്ലോ. സോസെല്ലാം നല്ലോണം ഇതായിട്ട് ഇനി നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ലോങ് വീഡിയോ ആണെങ്കിൽ ഞാൻ ക്യാപ്സിൻ്റെ ഇതിൻ്റെ ഒരുമിച്ചിട്ടാണ് ഇടുന്നത്. ലോങ് വീഡിയോ ആണെങ്കിൽ 2 എണ്ണമായിട്ട് ഇടേണ്ട വരിക. എനിക്ക് അതിപ്പം തന്നെ പറയാം. എന്താ വെച്ചാൽ ചില ആൾക്ക് ഞാൻ ഇതിൻ്റെ മെന്നാന്ന് ഇതേപോലെ ലോങ് ആയിട്ട് 2ആയിട്ട് വീഡിയോ ഇട്ടിട്ടേ. അപ്പോൾ ഇതിലൊക്കെ കറിവേപ്പിലിടാം. ഇതൊരു ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് നല്ല ചെറിയ തീയിൽ, എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ട്. ഉപ്പെല്ലാം നിങ്ങൾ നോക്കിയിട്ടിട്ട് നമുക്ക് സോസ് കഴിച്ചുകൊണ്ട് കറക്റ്റ് ഉപ്പ്. ഞാൻ നേരത്തെ വാട്ടാൻ മാത്രം ഉപ്പിട്ടിട്ട്. അപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ടിടാൻ ഇതൊരു 15 മിനിറ്റ് ഒരു ചെറിയ തീയിൽ നമുക്ക് വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് 15 മിനിറ്റ് തീയിൽ വെച്ചിട്ട് അങ്ങനെ തന്നെ പോകണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇവിടെ ഇത് റെഡിയായിരിക്കുകയാണ്. കുറച്ചിതിൽ നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് മല്ലിച്ചപ്പിട്ടാണ് ടേസ്റ്റില്ല. അതുകൊണ്ട് മല്ലിച്ചപ്പ്. ചിക്കൻ കൊണ്ടാട്ടം റെഡിയായിരിക്കുകയാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇടുക. എല്ലാവരും കമൻറ്റെല്ലാം ചെയ്തിട്ട് പറയും. ഓക്കെ. ചിക്കൻ കൊണ്ടാട്ടം, പിന്നെ മന്തിനെ പുറത്തുനിന്ന് വാങ്ങിയത്. നേരത്തെ പുറത്ത് പോയി വാങ്ങിയതാണ്. ഇതെല്ലാം ഇന്നത്തെ നമ്മൾ ഭക്ഷണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയ്ക്ക്